സ്വദേശം വിദേശികൾക്ക് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ കമ്പനിപ്പടയ്ക്കെതിരെ വിപ്ലവം നയിച്ച വീര കേരളവർമ്മ പഴശ്ശി രാജാവിൻ്റെ പിന്നിൽ ശക്തിയായി ശ്രീ പോർക്കലിയായി നിലകൊണ്ടതും അതേ ഭാരതമാതാവായിരുന്നു. ജയ് ഭവാനിക്ക് പകരം ശ്രീ പോർക്കലിയുടെ തിരുനാമങ്ങളാണ് ആ വിപ്ലവത്തിൽ ഘോഷിക്കപ്പെട്ടത്. സ്വന്തം നാടിൻ്റെ സ്വാതന്ത്ര്യം തിരിച്ചെടുക്കുമെന്നും അല്ലെങ്കിൽ സ്വജീവിതം ബലി കൊടുക്കുമെന്നും ബാലനായിരിക്കുമ്പോൾ തന്നെ ശ്രീ പോർക്കലിയുടെ മുന്നിൽ വീരപഴശ്ശി സത്യം ചെയ്തിരുന്നുവെന്നാണ് ചരിത്രം. വേണാടിൻ്റെ ധീരപുത്രൻ വേലുത്തമ്പിയും സ്വന്തം ജീവിതം വീരാഹുതി ചെയ്യുവാൻ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടത് മണ്ണടി ദേവിയുടെ മുന്നിലാണ്. തമിഴകത്തിലെ പാഞ്ചാലക്കുറിച്ചിയിൽ സ്വന്തം നാടിനെ കൊടിയ നികുതി ഭാരത്തിൽ നിന്ന് രക്ഷിക്കാൻ ബ്രിട്ടീഷുകാരൻ്റെ തലയെരിഞ്ഞു വീഴ്ത്തിയ വീരപാണ്ഡ്യ കട്ടബൊമ്മനും ഇതേ മാതാവിൻ്റെ പുത്രൻ തന്നെയായിരുന്നു. തൻ്റെ പരദേവതയായ വീരസക്കാദേവിയമ്മൻ്റെ തിരുനാമം ഘോഷിച്ചുകൊണ്ടാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മനും സ്വദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി അടരാടിയത്.